ഞാൻ എന്ത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാലും അന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ തിരക്ക് വന്നിട്ട് മൊത്തം എന്നെ അങ്ങോട്ട് ഭ്രാന്താക്കും എന്നുള്ളതാണ്. അങ്ങനെ ആകെ വെപ്രാളത്തിലായിരിക്കും മിക്കവാറും വീഡിയോ എടുക്കുക. അപ്പോൾ പകുതിയൊക്കെ മിസ്സാവും, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് കുതിർത്തി അതിനെ കഴുകി വാരി ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വെച്ചു. ഇനി മത്തങ്ങയും കൂട്ടിയിട്ട് എരിശ്ശേരി വെക്കാനായിട്ടോ. അപ്പോൾ ഈ മത്തങ്ങേനെ മുമ്പൊക്കെ നന്നാക്കി എടുക്കുമ്പോൾ കുരുവൊക്കെ ഇങ്ങനെ കഴുകി ഉണക്കി വെയിലത്തൊക്കെ വെച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതം കല്ല് കടിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമായിരുന്നു ഈ മത്തങ്ങയുടെ കായിട്ടോ. അപ്പോൾ ഇപ്പോൾ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ വേസ്റ്റിലേക്ക് ഇട്ട് അങ്ങനെ മത്തങ്ങനെ വെറുതെ വേവിക്കാൻ വെച്ചു. പിന്നെ ലൂബിക്ക് അപ്പുറത്തുനിന്ന് ഇത്താത്ത കൊണ്ട് തന്നതായിരുന്നു. അപ്പോൾ അതും വെറുതെ കഴുകി വാരി വെച്ചു. ഉപ്പിലിടണം എന്നാണ് എൻ്റെ ആഗ്രഹം, എപ്പോഴാണാവോ അറിയില്ല. അങ്ങനെ നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയും കഴുകി ഇന്ന് കുക്കറിലാണ് ഇടുന്നത്. ചില ദിവസങ്ങളിലൊക്കെ മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കയറുമ്പോൾ സമയം ഒരുപാടായിട്ടുണ്ടാവും. അത് മാത്രമല്ല ഇന്ന് ഉമ്മ വയ്യാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയുടെ ട്യൂബ് മാറ്റാനായിട്ട്, യൂറിൻ ട്യൂബ് മാറ്റാനായിട്ട് പാലിയേറ്റീവ് കെയർ ചെയ്യുന്ന ആൾക്കാരും വരും കേട്ടോ. അപ്പോൾ അവർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കണം, അടച്ചു കൊടുക്കണം, പിന്നെ അവരോട് എന്തെങ്കിലും പറയണമെങ്കിൽ അത് പറയണം. അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇന്ന് മൊത്തം തിരക്കുള്ളൊരു ദിവസമാണ്. അന്നത്തെ ദിവസമാണ് എനിക്ക് വീഡിയോ എടുക്കാനും തോന്നിയത്. നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്ന് കറിക്കായിട്ട് നമുക്ക് അയലയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അയലിനെ നന്നാക്കി പെറുക്കിയൊക്കെ എടുത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ പൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ട് എടുത്ത് വെച്ചിട്ട്, ഇവിടുത്തെ പൂച്ചകൾ തന്നെ മീൻ നന്നാക്കണ വെള്ളം വരെ കൊടുത്താൽ അവർ കുടിച്ചോളൂ കേട്ടോ, ഒന്നും കളയണ്ട എന്നുള്ളതാണ്. അങ്ങനെ അയല നന്നാക്കിയൊക്കെ എടുത്തു, കല്ലുപ്പൊക്കെ ഇട്ട് തിരുമ്മി കഴുകിയൊക്കെ എടുത്ത്. പിന്നെ ഇനിയിപ്പോൾ കറി വെക്കണം കേട്ടോ. കറി വെക്കണ ഒരു രീതി എന്ന് പറയണത് എനിക്ക് ഇന്ന പോലെയൊന്നുമില്ല കേട്ടോ. ഇപ്പം എന്താണ് തോന്നുന്നത് അതുപോലെ വയ്ക്കും. ഇപ്പം എന്താ പറയുക, ഇവിടെ മീൻകറി നിർബന്ധമായതുകൊണ്ട് ഒരേപോലെ വെച്ച് നമുക്ക് മടുക്കില്ലേ, അതുകൊണ്ട് പലതരത്തിലായിരിക്കും കേട്ടോ വെക്കണത്. ഇന്നിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് വഴറ്റി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല വരെ ഇട്ടു കേട്ടോ. അതായത് ചിക്കൻ കറി അല്ല കറി വയ്ക്കുമ്പോഴത്തെ ഇറച്ചിക്കറി വയ്ക്കുമ്പോഴത്തെ ഒരു സെറ്റപ്പിലോട്ട് വന്ന്. പിന്നെ തേങ്ങാപ്പാലും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് മീനൊക്കെ ഇട്ട് കൊടുത്തു. വാളംപുളിയാണ് കേട്ടോ പിഴിഞ്ഞത് ഒഴിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് ഞാനൊരു ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട്, മത്തങ്ങ വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറൊക്കെ മിക്സ് ചെയ്ത്, പിന്നെ തേങ്ങ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കരുത്, ഉണക്കത്തേങ്ങേനെ പൊടിച്ചിട്ട് ചേർത്തതാണ് കേട്ടോ. പിന്നെ കടുക് തളിച്ചൊഴിച്ചു. മീൻകറി നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയിലും. അടുത്തത് മീൻ പൊരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പാലിയേറ്റീവ് കെയറുകാരൊക്കെ വന്ന് ഞാനൊരു ഓട്ടമൊക്കെ ഓടിയിട്ടാണ് കേട്ടോ മീൻ പൊരിക്കാൻ വന്നേക്കണത്. മീൻ പൊരിക്കാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ലൂബിക്കേനെ ഒന്ന് വെള്ളം വലിയാനും തോർന്ന് കിട്ടാനും വേണ്ടിയിട്ട് ടവലായിട്ട് ഇങ്ങനെ നിരത്തിയിട്ടു കേട്ടോ. എന്നിട്ട് എനിക്ക് ഉപ്പിലിടലൊന്നും നടന്നില്ല. പിറ്റേ ദിവസത്തെ ഒരു ക്ലിപ്പാണ്. അപ്പോഴത്തേക്കും പകുതി ലൂബിക്കയും അവശതയായൊക്കെ പോയായിരുന്നു കേട്ടോ. കുറച്ചേ കിട്ടിയുള്ളൂ. എന്നാലും നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ കുറച്ച് ഉപ്പിലിട്ടതും കുറച്ച് അച്ചാറൊക്കെ ആയിട്ട് നിരന്നിരിക്കണ കാണാൻ ഒരു രസമല്ലേ. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റണതും അതുപോലെ എടുക്കണതും കഴിക്കണതൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല. എന്ത് ചെയ്യാനാ.